ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, കരുനാഗപ്പള്ളിയിൽ ഒരു സ്ത്രീക്ക് തൊണ്ടയിൽ പഴുപ്പും വേദനയുമായി ഒരസുഖം ബാധിച്ചു. പല വൈദ്യന്മാരും ചികിത്സിച്ചു. രോഗത്തിന് ശമനമുണ്ടായില്ല. അങ്ങനെയിരിക്കെ അവരോട് ആരോ പറഞ്ഞു, ശ്രീനാരായണ ഗുരുദേവനെ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചാൽ അസുഖം മാറും എന്ന്. അവർ അന്ന് തൊട്ട് ഗുരുവിനെ ഓർത്ത് ഭജിക്കാൻ തുടങ്ങി. മാത്രമല്ല, തൻ്റെ രോഗം മാറിയാൽ തൻ്റെ മുറ്റത്തിനരികിൽ കുലച്ചു നിൽക്കുന്ന വാഴയുടെ കുല പഴുപ്പിച്ച് ശിവഗിരിയിൽ കൊണ്ടുപോയി ഗുരുദേവന് സമർപ്പിക്കും എന്നും അവർ മനസ്സിൽ സങ്കല്പിച്ചു. അതിനുശേഷം അവരുടെ രോഗം ക്രമേണ ഭേദമാകാൻ തുടങ്ങി. കുറച്ചു നാൾ കൊണ്ട് അസുഖം പൂർണ്ണമായും മാറി. വാഴക്കുല മൂത്ത് പാകമായപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് അത് വെട്ടി വിൽക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഭാര്യ അയാളെ തടഞ്ഞു. താൻ അത് ഗുരുദേവന് സമർപ്പിക്കാനായി നിശ്ചയിച്ചു വച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞ്. അവരുടെ ഭർത്താവ് ഗുരുദേവനിൽ അത്ര വിശ്വാസമൊന്നും ഉള്ള ആളായിരുന്നില്ല. എങ്കിലും ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി അത് പഴുക്കാനായി ചാക്കിൽ കെട്ടിവച്ചു. പൂവൻവാഴക്കുല ശരിക്കും പഴുത്തപ്പോൾ അത് ശിവഗിരിയിൽ കൊണ്ടുപോകാൻ ആ സ്ത്രീ ഒരുക്കമായി. അപ്പോൾ അവരുടെ ഭർത്താവ് അവളോട് പറഞ്ഞു, നമ്മൾ ഈ പഴക്കുല അവിടെ കൊണ്ടുപോയി കൊടുത്താൽ ഗുരുദേവൻ അതിൽ നിന്ന് 2 പഴം തിന്നും, ബാക്കിയുള്ളത് അവിടെയുള്ള തടിമാടന്മാരും തിന്നും. അതുകൊണ്ട് ഇതിൽ നിന്ന് 1 പെടല പഴം കൊണ്ടുപോയാൽ മതി, ബാക്കി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ആ സ്ത്രീ അതിന് സമ്മതിച്ചില്ല. അവരുടെ നിർബന്ധം മൂലം 2 പേരും പഴക്കുലയുമായി ശിവഗിരിക്ക് യാത്രയായി. ശിവഗിരിയിൽ ഗുരുദേവ സന്നിധിയിൽ ഗുരുദേവനെ ദർശിക്കാനായി അനേകം ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഗുരുപാദങ്ങളിൽ പലവിധ ഉപഹാരങ്ങളും സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ഗുരുദേവൻ ഭക്തന്മാരുടെ സമർപ്പണങ്ങളെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കുന്നും ഉണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സ്ത്രീയും ഭർത്താവും അവരുടെ കൂടെ വന്നപ്പോൾ അവർ കൊണ്ടുവന്ന പഴക്കുല ഗുരുദേവൻ്റെ മുമ്പിൽ വെച്ചു. ഗുരുദേവൻ ആ പഴക്കുലയിൽ നിന്ന് 2 കായെടുത്ത് ഭക്ഷിച്ചു. അതിനുശേഷം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇത് കൊണ്ടുപോയിക്കൊള്ളൂ, ഇവിടെയുള്ള തടിമാടന്മാർക്ക് ഈ പഴമൊന്നും വേണ്ട. ഇത് കേട്ട ഭാര്യയും ഭർത്താവും ലജ്ജിച്ച് തല കുനിച്ചു. സാധാരണഗതിയിൽ ഗുരുദേവന് സമർപ്പിക്കുന്ന വസ്തുവൊന്നും തിരിച്ചു കൊണ്ടുപോകാറില്ല, തിരിച്ചു കൊടുത്തു വിടാറുമില്ല. ഇപ്പോൾ ഇതെന്താണ് ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞത് എന്ന് അവിടെ നിന്നവർക്ക് സംശയം തോന്നി. പഴക്കുല കൊണ്ടുവന്ന സ്ത്രീ തൻ്റെ ഭർത്താവ് വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യം അവരോട് വെളിപ്പെടുത്തി. അവർ കൊണ്ടുവന്ന പഴം അവിടെ ആരും തന്നെ സ്വീകരിച്ചില്ല. അത് അവർക്ക് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നു. നമസ്കാരം.